ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവർ അലീനയും വല്യപ്പച്ചനും കൂടി ഇങ്ങനെ മദ്യപാനത്തിനെ പറ്റി പറയണം. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, എനിക്ക് പ്രായമായി, ഞാൻ ഇപ്പോൾ കുടിയൊക്കെ കുറച്ചു എന്നൊക്കെ പറയുമ്പോഴും, എന്നിട്ട് അപ്പം വല്യപ്പച്ചൻ്റെ മോൻ കുടി കുറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെനിക്ക് പറയാനല്ലേ പറ്റും മോളെ, അല്ലാതെ എനിക്ക് അവൻ്റെ കൈ കയറി പിടിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയും, ശരിയാ, ഞാനിവിടെ വരണ്ടായിരുന്നു, വന്നത് അബദ്ധമായിപ്പോയി, ഞാനിവിടെ ആരാ, കുറേ കറുത്ത പട്ടിയുടെ ഇടയിൽ ഒരു വെളുത്ത പട്ടി എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വല്യപ്പച്ചന് ചിരി വരും കേട്ടോ. വേറെ തന്നെ വല്യപ്പച്ചൻ ഇന്ന് ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ അലീന പറയും, എന്തിനാ ചിരിക്കുന്നത്, ഞാൻ ഇവിടെ എന്താ തമാശ പറഞ്ഞോ എന്ന് ചോദിക്കും. പറയും, അല്ല, ഇതുപോലെ തന്നെയായിരുന്നു ചിന്നമ്മയും, അവൾ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിരി വരും എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാൽ പോയിരുന്ന് ചിരിക്ക് എന്ന് പറഞ്ഞിട്ട് പിണങ്ങി അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ വല്യപ്പച്ചൻ വന്നിട്ട് പറയും, മോളെ നീ പിണങ്ങല്ലേടി, ഞാൻ ഒരു സത്യം പറയട്ടെ നിന്നോട്, ഞാനേ ഒരു സ്പൂണേ കുടിച്ചോളൂ. അപ്പോൾ അവൻ ചോദിക്കും എന്നോട്, നിന്നെ പേടിച്ചിട്ടാണോ എന്ന് പറയും. അപ്പോൾ പറയും, എന്താ എന്നെ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ, എനിക്ക് പേടിയല്ല, നിന്നോട് സ്നേഹമായതുകൊണ്ടാണ് ഞാൻ കുടിക്കാറുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ വല്യപ്പച്ചൻ്റെ മോനിക്ക് എന്നോട് സ്നേഹമില്ലേ എന്ന് അലീന ചോദിക്കും. അപ്പോൾ ഇല്ല മോളെ, അവനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, പിന്നെ അവന് നമുക്ക് പയ്യെ മനസ്സിലാക്കാം, അവൻ്റെ ശീലമായിപ്പോയില്ലേ എന്നൊക്കെ പറയാം. മോള് കിടന്നോ എന്നൊക്കെ പറഞ്ഞ് അലീനനെ പിടിച്ച് കിടത്തുവാട്ടോ. എന്നിട്ട് പൊതിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് വല്യപ്പച്ചൻ ഇങ്ങനെ പോവുക. അപ്പോൾ അതിങ്ങനെ അലീന നോക്കി നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കും നമ്മുടെ രോഹിത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വരുവാണ്. അപ്പോൾ ഇതിന് ഫോണൊക്കെ എടുത്തിട്ട് രോഹി ആരെയോ വിളിക്കുന്നുണ്ട്, നമ്മുടെ ബബിതേനെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ ഇങ്ങോട്ട് കയറി വന്നേ, നിൻ്റെ അടുത്തൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ ബബിത ഫോണിൽ കൂടെ പറയും, ഓ രാജാവിന് എന്താ താഴേക്ക് ഇറങ്ങി വരാൻ പറ്റാതായോ, അത്രയ്ക്ക് ഔഷധിയാണോ എന്നൊക്കെ ചോദിക്കും. നീ തമാശ പറയാതെ ഇങ്ങോട്ട് കയറി വന്നേ, നിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, വാ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ബബിത രോഹിത്തിൻ്റെ റൂമിലേക്ക് വരാം കേട്ടോ. അപ്പോൾ രോഹി പറയും, നിന്നോട് അച്ഛൻ നമ്മളോട് എല്ലാവരോടായിട്ടല്ലേ കാറിലിരുന്ന് പറഞ്ഞത് നമ്മൾ ക്ഷമിക്കണം എന്ന്, നല്ലോണം ക്ഷമിക്കണം, അമ്മ പറയണമെന്നും നമ്മളൊരു പ്രശ്നത്തിന് പോകരുതെന്നൊക്കെ. എന്നിട്ട് നീ എന്താ കാണിച്ചത്, വന്ന പാടെ തന്നെ അമ്മയായിട്ട് ഏറ്റുമുട്ടി എന്ന് പറയും. അപ്പോൾ ഇത് പറയും, പിന്നെ ചില കാര്യങ്ങൾ കേട്ട് നിൽക്കണതിനൊരു പരിധിയില്ലേ. അപ്പോൾ നീ പറഞ്ഞത് പറഞ്ഞു, നീ എന്തിനാ പിന്നെ അച്ഛനെയും കൂടി അതിലേക്ക് വലിച്ചിട്ടത്, ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ്റെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറഞ്ഞതാണ് ഞാൻ കണ്ടത് നോക്കിയപ്പോൾ എന്ന് പറയും. അതേലേ, അപ്പോൾ പറയും, ഞാനേ അത് മനഃപൂർവ്വം ഇരിക്കേറ്റിയതാന്ന് ബബിത പറയും. അപ്പോഴും നമ്മൾ അലീന ചേച്ചി നമ്മളോട് പറഞ്ഞില്ലേ, നല്ല ക്ഷമ വേണം, അമ്മയെ കുറച്ച് സമയം എടുക്കും, നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണ് എന്നൊക്കെ അലീന ചേച്ചി പറഞ്ഞിരുന്നില്ല. നമ്മൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ചെയ്യണതെന്നൊക്കെ നമുക്കറിയാലോ, ഇതല്ലേ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടുണ്ട്, പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, ഓ ശരിയല്ലേ, എന്നൊരു പണിയാം, ഞാൻ അച്ഛനോട് പോയി സോറി അറിയാം എന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയും, സോറി ഒന്നും പറയേണ്ട കാര്യമില്ല, ഇപ്പം അച്ഛൻ ഉറങ്ങി കാണും, നീ പോയി കിടന്നു എന്ന് പറയും. അപ്പോൾ ബബിത അങ്ങനെ പോകാൻ തിരിയും. എന്നിട്ട് പറയും, രോഹിയേട്ടാ. അപ്പോൾ രോഹിത്ത് ചോദിക്കും, എന്താ നീ പറ എന്ന് പറയും. ഒന്നുമില്ല. അപ്പോൾ പറയടി എന്ന് പറയും. അപ്പോൾ ബബിത പറയും, ഈ അച്ഛൻ എന്തിനാ വേറെ മുറിയിൽ പോയി കിടക്കുന്നേ, അതല്ലേ അമ്മേനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത്, ഈ രണ്ടുപേരും ഒരാൾ മേളിലും ഒരാൾ താഴ്ത്തും, അപ്പോൾ അത് മാറണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രോഹിത് പറയും, അതെ, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നമ്മളൊന്നും അറിയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടാവും. പിന്നെ അച്ഛനെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അച്ഛനെ അമ്മ എപ്പോഴും ഭരിച്ചിട്ടേ ഉള്ളൂ, താഴ്ത്തി കെട്ടിയിട്ടേ ഉള്ളൂ, അതിൻ്റെയൊക്കെ ദേഷ്യവും ഇത് സങ്കടമൊക്കെ ഉണ്ടാവും അച്ഛന്. അപ്പോൾ അങ്ങനെയാ പറയാം. അപ്പോൾ ഇതിന് ബബിത അന്ന് ശരിയെന്ന് പറഞ്ഞ് പോവാട്ടോ, മുറിയിലേക്ക് പോവാം. അപ്പോൾ രാത്രിയാലോ. അപ്പോൾ ബബിത ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ താഴേക്ക് ഇരുട്ടാട്ടോ, ലേറ്റൊക്കെ കെടുത്തി വെക്കാം. അങ്ങനെ ബബിത റൂമിലേക്ക് പോകാൻ നിന്ന് പെട്ടെന്ന് ആരോ ലേറ്റ് ഇട്ടു. നോക്കിയപ്പോൾ വൈജയന്തി ഇങ്ങനെ വലിയ എന്തോ കള്ളത്തരം പിടിച്ച് ഇതിൽ നിൽക്കുവാട്ടോ അവിടെ. അപ്പോൾ ബബിത ചോദിക്കും, അമ്മ എന്താ ഇങ്ങനെ വന്ന് പേടിപ്പിക്കാൻ നിൽക്കുവാണോ എന്ന് ചോദിക്കാം. പറയും, നീ അവിടെ പോയതാ എന്ന് ചോദിക്കും വൈജയന്തി. അപ്പോൾ ഞാൻ രോഹിയേട്ടൻ്റെ അടുത്ത് പോയതാ, രോഹിയേട്ടൻ എന്നെ വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാമെന്ന് പറയും. അപ്പോഴും ഈ പാതിരാത്രി. അപ്പോഴും അതിനെന്താ, ഞാനെൻ്റെ ചേട്ടൻ സഹോദരൻ്റെ അടുത്തല്ലേ പോയത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്തൊക്കെ സഹോദരനാണെന്ന് പറഞ്ഞാലും ഈ പാതിരാത്രി കല്യാണം കഴിക്കാൻ പ്രായമായ ഒരു ചെറുക്കൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി പോണത് ശരിയല്ല എന്ന് പറയും. എല്ലാത്തിനും ഒരു അകലം പാലിക്കണം എന്ന് വൈജയന്തി പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. ബബിത വേദന പറയും, അകലോ, അപ്പോൾ ഈ അമ്മയില്ലാത്തപ്പോൾ ഇവിടെ ആരാ അകലം പാലിച്ചത് നോക്കൊണ്ടിരുന്നത്, അമ്മ അവിടെ നിന്ന് ഭൂതക്കണ്ണാടിയിൽ നോക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അന്ന് ഒരു പണി ചെയ്യാം, അമ്മയും അമ്മയുടെ ആങ്ങളമാരും തമ്മിൽ എന്തോരം അകലം പാലിച്ചിരുന്നു എന്ന് പറഞ്ഞു കാട്ടെ, അപ്പോൾ അതേപോലെ തന്നെ ഞാനങ്ങ് അത്ര അകലം ഞാൻ പാലിക്കാൻ പറയും. അപ്പോൾ വീണ്ടും തന്നെ വൈജയന്തിക്ക് അത് ഇഷ്ടം. വൈജയന്തി പറയുന്നതേ പന്നത്തരം പറഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ ഞാൻ ശരിയാക്കും എന്ന് പറയും. അപ്പോൾ ബബിത പറയും,
അമ്മയുടെ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച ചിന്തകളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി. എന്നാലേ അമ്മയുടെ മനസ്സ് ശുദ്ധമാവുള്ളൂ. അല്ലെങ്കിലേ മറ്റുള്ളവർക്ക് നാറും എന്നും പറഞ്ഞ് ബബിത അങ്ങനെ സ്വന്തം റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ പുറകോർക്കാട്ടോ ബബിത സ്വന്തം അമ്മമാരിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണേന്നുള്ള മട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വൈജയന്തി അത് കേൾക്കും. വൈജയന്തി എന്തിനാ പറയും, എന്താ നീ പറഞ്ഞേ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയാം, അതെ പറയുമ്പോൾ കേൾക്കണമായിരുന്നു എന്നും പറഞ്ഞ് വേഗം തന്നെ റൂമിലേക്ക് കയറിപ്പോൾ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉരുളയ്ക്ക് ഉപ്പേര് പോലെയാണ് മക്കളൊക്കെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ വൈജയന്തിക്ക് നല്ല പേടിയുണ്ട്. അതേപോലെ തന്നെ ഒട്ടും അഹങ്കാരം കുറയ്ക്കാനും പറ്റില്ല, അതേപോലെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ബബിത റൂമിൽ പോയി ഇരിക്കുക. അപ്പോൾ റൂമിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് അലീന ചേച്ചീനെ വിളിച്ച് നോക്കാം എന്നുള്ള മട്ടിൽ അലീനേനെ ഫോണിൽ വിളിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് വൈകി. അപ്പോൾ ബബിതക്ക് തോന്നും ഇനി വിളിക്കണ്ട, കാരണം ഒരുപാട് വൈകി, ചേച്ചി ഉറങ്ങിയിട്ടുണ്ടാവും എന്നോർത്ത് ഫോൺ അവിടെ തന്നെ വയ്ക്കും. ഫോൺ വെച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അലീന തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ബബിത വേഗം തന്നെ ഫോൺ എടുക്കുക, എന്നിട്ട് ചോദിക്കും, അലീന ചേച്ചി ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്താ നീ അങ്ങനെ ചോദിച്ചെന്താന്ന് ചോദിക്കും. പറയും, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി എടുത്തോളൂ, പിന്നെ ചേച്ചി ഉറങ്ങുമോ അല്ലേ എന്ന് ഓർത്താ വിളിക്കാറുണ്ടെന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ്, ഇതെന്ത് അത്ഭുത, എന്ത് മാജിക്കാ എന്ന് ചോദിക്കും. പറയും, അത് മാജിക്കൊന്നും അല്ലടി, ഞാനിപ്പോഴാണ് ഫ്രീ ആയത്, നീ പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, പോരട്ടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഇന്നലെ വരെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ മോളെ, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ചേച്ചി ജോലിക്ക് പോയി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന ഒരു നുണയാണല്ലോ പറയുന്നത്, പോയി തുടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളൊക്കെ? അത് കുഴപ്പമില്ല മോളെ അങ്ങനെ പറയും. പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റാത്തതാണ് എൻ്റെ പ്രശ്നം. എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, ചേച്ചിയുള്ള സ്ഥലത്തിൻ്റെ ആ ലൊക്കേഷൻ ഒന്ന് എനിക്ക് ഇടണേ എന്ന് പറയും. അപ്പോഴും എന്തിനാ, നിനക്ക് അച്ഛനോട് ചോദിച്ചാൽ പോരെ അഡ്രസ്സ് എന്ന് അലീന ചോദിക്കുക. അപ്പോഴും എന്തിനാ അച്ഛനോട് ചോദിക്കുന്നത്, എനിക്ക് ചേച്ചീനോട് ചോദിച്ചാൽ പോരില്ല, അതല്ലേ സുഖം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതൊക്കെ അച്ഛൻ തരും മോളെ എന്ന് പറയും. തരാൻ മനസ്സിലേക്ക് വേണ്ട, ഞാനേ തന്നെത്താനെ തിരഞ്ഞ് അന്വേഷിച്ച് അങ്ങോട്ട് വരും. അപ്പോഴും അതെങ്ങനെ? അപ്പോഴും ഞാനിവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ഫോട്ടോ കൊടുക്കും, ഈ കാണുന്ന പെൺകുട്ടീനെ കാണുന്നില്ല എന്ന്, അവരെനിക്ക് തേടിപ്പിടിച്ച് തന്നോളും എന്ന് പറയും. അപ്പോൾ അഴേട്ടിക്ക് എനിക്ക് ഇത്ര ബുദ്ധിയുണ്ടോ എന്നൊക്കെ ഈ അലീന ചോദിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബബിത പറയുവാണ്, ഇന്നിവിടെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കും, അതെന്താ, എന്ത് പ്രശ്നം എന്ന് ചോദിക്കും. പറയും, ഞങ്ങളൊന്നും അടുക്കളയിലൊന്നും കയറ്റുന്നില്ല, ഇവിടെ ഒരു പുതിയൊരു വേലക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരുടെയും സങ്കടം മാറ്റാൻ നമുക്ക് ഔട്ടിങ്ങിന് പോകാം. അങ്ങനെ പോയി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ ഒരു വഴക്കുണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു, അച്ഛൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് സ്ഥാനമില്ലെന്നും വലിഞ്ഞു കയറി വന്ന പ്രേതാണെന്നും ഒക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് ഭരണം കിട്ടാത്തതിൻ്റെ വെപ്രാളാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അലീന പറയും, സാരമില്ലേടി പോട്ടെ, നമുക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം, അമ്മയ്ക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ സിസ്റ്റം, നിങ്ങളുടെ അമ്മയുടെ സിസ്റ്റം എന്നൊക്കെ ഇങ്ങനെ അലീന പറയാം. അപ്പോഴും ഇന്ന് വേറൊരു പ്രശ്നമുണ്ടായി. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് രോഗിയേട്ടൻ എന്നെ മുകളിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രോഗിയേട്ടൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ അച്ഛനും അമ്മേനും തമ്മിൽ തല്ലുപിടിപ്പിക്കണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ. അതൊക്കെ കേട്ട് ഞാൻ താഴേക്ക് വരുമ്പോൾ അമ്മ എന്തോ കള്ളത്തരം പിടിച്ച പോലെ നിൽക്കുന്നു. എന്നിട്ട് രോഗിയേട്ടനെയും എന്നെയും ചേർത്ത് എന്തൊക്കെയോ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അലീനയ്ക്കും വല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ബബിത പറയും, അമ്മ എന്ത് ഇങ്ങനെ, അമ്മേനെ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇങ്ങനെയാണ്, ആരെയും ഒരു നല്ലത് കണ്ട അംഗീകരിക്കാനോ ആരെയും നല്ലത് പറയാനോ ഒന്നും അമ്മ തയ്യാറല്ല, അമ്മ തന്നെയാണ് എപ്പോഴും വലുത് എന്ന ഇതാണ് പറയും. അപ്പോൾ അലീന പറയും, അതെ നിങ്ങൾ 4 പേര് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് മാഡത്തിന് സഹിക്കണില്ല, അപ്പോൾ അതിന് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാഡത്തിൻ്റെ തന്ത്രമാണിത്, അതിൽ നിങ്ങൾ വീണ് പോകരുത്, ഇപ്പം തന്നെ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ കുറച്ചിങ്ങനെ ഉപദേശിച്ചു എന്നിട്ട് പറയും, ഇപ്പം നീ റിലാക്സ് ആയോ, എന്നാൽ നീ കിടന്നു എന്ന് പറയുമ്പോൾ ബബിത പറയും, ഞാനിപ്പോൾ കിടക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ നീ കിടക്ക് എന്ന് പറയും. അപ്പോൾ ബബിത പോയി കിടക്കുക കേട്ടോ. അപ്പോൾ ബബിതയിട്ട് പറയും, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നോർത്ത് നീ കിടന്നോട്ടോ എന്ന് അലീന പറയും. അപ്പോൾ ബബിത പറയും, ഫോൺ വെക്കല്ലേ എന്ന് പറയും. അങ്ങനെ ബബിത ആ ഫോണിങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സീനുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.